ശ്രീ ശങ്കുറ്റി ദാസ്, മുനമ്പം അല്ലെങ്കിൽ മുനമ്പത്തിന് ഇതാ പരിഹാരം. കാരണം അതൊരു ചെറിയ കാരണമായല്ല ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. കാരണം നമ്മൾ ഇതിൻ്റെ ബില്ലിൻ്റെ ചർച്ചയിൽ പാർലമെന്റിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി ആയാലും ശരി, കിരൺ റിജിജു ആയാലും ശരി, എല്ലാവരും തങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരു പ്രാദേശികമായൊരു പ്രശ്നമാണ്, അതിൻ്റെ ഗൗരവം എത്രയെന്ന് നമുക്കറിയാം, ആ പ്രശ്നം പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അതിലേക്ക് കാര്യങ്ങളെ ചുരുക്കിക്കൊണ്ടുവന്ന് അങ്ങേയറ്റം പൗരസ്വാതന്ത്ര്യത്തിനെതിരായ, ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് തന്നെ നിരക്കാത്ത, വലിയ വിവേചന സ്വഭാവമുള്ള ഒരു ബില്ല് കൊണ്ടുവന്ന് നടപ്പാക്കിയെടുത്ത് വലിയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നു. അങ്ങനെയാണോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% അസംബന്ധമാണ്. ഒന്നാമത് ഈ ബില്ലിനെ നിങ്ങൾ വിശേഷിപ്പിച്ച രീതിയൊന്നും ശരിയല്ല. രണ്ട്, മുനമ്പം എന്നുള്ളതിനൊരു പരിഹാരം ആയിട്ട് മാത്രം, മുനമ്പത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബില്ല് നിൽക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. 3, കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടി കിട്ടി എന്ന് പറയുന്നത് തീരെ ശരിയല്ല. സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള പ്രൊസീഡിങ്സ് കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അവിടെ കേന്ദ്ര സർക്കാരിനാണ് പ്രാഥമികമായിട്ടുള്ള മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നടപടിക്രമം? അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കാര്യത്തിലുള്ള ഉത്തരവ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ ഉത്തരവ്. ഈ 2 പാരഗ്രാഫിൽ സോളിസിറ്റർ ജനറൽ നടത്തിയിട്ടുള്ള സബ്മിഷൻസ് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ കോടതിയുടെ ആകെ ഒരൊറ്റ വരിയുള്ളത് വി ടേക്ക് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു റെക്കോർഡ് എന്നാണ്. അതായത് ജഡ്ജ്മെന്റ് എടുത്തിട്ട് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഹിയറിംഗ് ദ സോളിസിറ്റർ ജനറൽ സബ്മിറ്റഡ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് 2 പാരഗ്രാഫിൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം വി ടേക്ക് ദോ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു റെക്കോർഡ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ രേഖയിൽ സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സ്റ്റേ പോലും പുറപ്പെടുവിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ ഇടക്കാല വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടക്കാല വിധിയുടെ ഓപ്പറേഷൻ എന്താണ്? ഈ നിയമം സ്റ്റേ ചെയ്തിട്ടില്ല. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശത്തെ മരവിപ്പിച്ചിട്ടില്ല. ഇതിൽ ഏതെങ്കിലും പ്രൊവിഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റേ കൊണ്ടുവന്നിട്ടില്ല. 2 കാര്യങ്ങളുടെ മുകളിൽ മാത്രമാണ് ചർച്ച ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ട് പോലുമില്ല. ആർട്ടിക്കിൾ 25 സംബന്ധിച്ചോ ആർട്ടിക്കിൾ 26 സംബന്ധിച്ചോ കോടതിയിൽ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. 2 കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച ഉണ്ടായിട്ടുള്ളത്. ഏതാണ്? സെക്ഷൻ 9, സെക്ഷൻ 14. സെക്ഷൻ 9, സെക്ഷൻ 14 എന്ന് പറയുന്നത് വഖഫ് കൗൺസിലിലേക്കും വഖഫ് ബോർഡിലേക്കുമുള്ള മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ നിയമത്തിലുള്ള അമെന്റ്മെന്റ് പ്രകാരം വഖഫ് കൗൺസിലിലേക്കും വഖഫ് ബോർഡിലേക്കും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അവിടെ ഉണ്ടാവുന്നു. ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരം പറയുന്നത് ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സമയം വേണം, ഞങ്ങൾക്ക് റിട്ടേൺ റെസ്പോൺസ് ഫയൽ ചെയ്യാനുള്ള സമയം വേണം, ഒരാഴ്ചത്തെ സമയം അതിന് തരണം. അതിനിടയിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനിടയിലേക്ക് ഈ ബോർഡിലേക്കോ ഈ കൗൺസിലിലേക്കോ ഞങ്ങൾ ആരെയും നിയമിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആ ഉറപ്പ് കോടതി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ടതാണ്. ഓൾറെഡി രജിസ്റ്റേർഡ് ആയതോ ഓൾറെഡി നോട്ടിഫൈഡ് ആയതോ ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികൾ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 36 അടിസ്ഥാനത്തിൽ ഡീനോട്ടിഫൈ ചെയ്യുമോ എന്നതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിനും കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താണ്? ഈ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്താണ്? റൂൾസ് ഫോർമുലേറ്റ് ചെയ്യണം. റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടുള്ള സമയക്രമം ഉണ്ട്. ഏതായാലും ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ റിട്ടേൺ റെസ്പോൺസ് ഫയൽ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർട്ടി ഡീനോട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ഇടക്കാല വിധി ആവശ്യമില്ല എന്നാ മിഞ്ഞാന്നത്തെ വാദത്തിന് ശേഷം പറഞ്ഞിരുന്നത്. 3 പോയിന്റുകളുടെ മേലെ സുപ്രീം കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കും. വഖഫ് കൗൺസിലിലേക്കോ വഖഫ് ബോർഡിലേക്കോ നോമിനേഷൻസ് നടത്താൻ പാടില്ല. ഓൾറെഡി രജിസ്റ്റേർഡോ നോട്ടിഫൈഡോ ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ 5 ഇയർ പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഇടക്കാല വിധി ഉണ്ടാകുമെന്നാണ് മിഞ്ഞാന്നത്തെ പ്രൊസീഡിങ്സിന് ശേഷം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഇന്നലെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത്തരത്തിലൊരു ഇടക്കാല വിധി ഈ ഘട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല, അത് അപരിഹാര്യമായിട്ടുള്ള നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളുടെ മുകളിലാണ് കോടതിക്ക് ആശങ്കയുള്ളതെങ്കിൽ ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തതിനിടയ്ക്ക് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഒരു ഇടക്കാല വിധി പുറപ്പെടുവിക്കേണ്ട ആവശ്യം? ആ ഉറപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇടക്കാല വിധി. അല്ലാണ്ട് നിയമത്തെ സ്റ്റേ ചെയ്തുകൊണ്ടോ നിയമത്തിന്റെ ഓപ്പറേഷനെ മരവിപ്പിച്ചുകൊണ്ടോ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒന്നുമല്ല ഇവിടെ കേന്ദ്രത്തിന് യഥാർത്ഥത്തിൽ തിരിച്ചടി കിട്ടിയിട്ടില്ല. സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുള്ളത്. കാരണം ഇവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സുപ്രീം കോടതി CAA നിയമത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ അനന്തരവിധി ഉണ്ടാവുന്നത് വരെയുള്ള സമയം ഈ നിയമത്തിന്റെ ഭേദഗതികളെ സ്റ്റേ ചെയ്യുന്നുള്ളതായിരുന്നു. ഇവിടെ സ്റ്റേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി ഇതിലെ എല്ലാ ഹർജികളും കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. 120ഓളം ഹർജികളുണ്ട്. ഈ 120ഓളം ഹർജികൾ കേൾക്കാൻ തയ്യാറല്ല. അതിൽ 5 ഹർജികളെ ലീഡിംഗ് ഹർജികളായി പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഇംപ്ലീഡേഴ്സ് ആയിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ പറഞ്ഞു. അങ്ങനെ 5 ഹർജികൾ നിശ്ചയിച്ചതിൽ ഈ കേരളത്തിലുള്ള ഹർജിക്കാരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ മുസ്ലിം ലീഗോ CPIM മറ്റുള്ള പ്രധാനപ്പെട്ട ഹർജിക്കാരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഇതിനോടൊപ്പം തന്നെ 1995 വഖഫ് നിയമത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള 100ഓളം ഹർജികളും അതേപോലെ തന്നെ 2013 വഖഫ് അമെന്റ്മെന്റിനെ
ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള 50ഓളം ഹർജികളും ഇതും ഇതിനോടൊപ്പം ലിസ്റ്റ് ചെയ്യും, വിശദമായി വാദം കേൾക്കുന്ന പറഞ്ഞു. അല്ലാണ്ട് ഈ 2025 വഖഫ് അമെന്റ്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ മാത്രമല്ല സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നത്. 30 കൊല്ലമായി പെൻഡിംഗ് ആയിട്ടുള്ള 1995 വഖഫ് നിയമത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികളും 2013 വഖഫ് ഭേദഗതിയെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികളുമാണ്. സെക്ഷൻ 2A ഉൾപ്പെടെ ഇപ്പോൾ മുനമ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, മുനമ്പം ഈ രാജ്യത്ത് വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ കാര്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഏതാണ്ട് 2200 ആളുകൾ താമസിക്കുന്ന തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത്. ആ ഗ്രാമത്തിൽ 1500 വർഷം പഴക്കമുള്ള മാനേന്ത്യവള്ളി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പുരാതന ശിവക്ഷേത്രമുണ്ട്. അതായത് ഇസ്ലാം മതം അറേബ്യയിൽ ആവിർഭവിക്കുന്നതിന് മുൻപേ സ്ഥാപിക്കപ്പെട്ട രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പറയുന്നുണ്ട്. ട്രിച്ചി ജില്ലയിൽ മാത്രം 18 ഗ്രാമങ്ങൾ വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പറയുന്നുണ്ട്. മധ്യപ്രദേശിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള മുഗൾകാല നിർമ്മിതികളായിട്ടുള്ള പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റുകൾ, ഷാ ഷൂജായുടെ ടോംബ്, നാദിർഷായുടെ ടോംബ് ഉൾപ്പെടെയുള്ള പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പറയുന്നുണ്ട്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹിയുടെ 77% വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പറയുന്നുണ്ട്. പാർലമെന്റ് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ, ബോംബെയിലെ മറൈൻ ഡ്രൈവ് ഉൾപ്പെടെ, അംബാനിയുടെ വീടായിട്ടുള്ള ആന്റീരി ഉൾപ്പെടെ, ഇങ്ങനെ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് എത്രയോ ദീർഘമായതും എത്രയോ വലുതുമാണ്. 1995 വഖഫ് നിയമം ഉണ്ടാവുന്ന സമയത്തുള്ള വഖഫ് സർവേയിൽ ഈ രാജ്യത്തെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 4.5 ലക്ഷം ഏക്കർ മാത്രമായിരുന്നു. എന്നാൽ 2006 രജിന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് 6 ലക്ഷം ഏക്കറായി. 2024 കണക്ക് പ്രകാരം ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് 9 ലക്ഷം ഏക്കറായി മാറി. അതായത് 30 കൊല്ലം കൊണ്ട് വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് നേരെ ഇരട്ടിയായി മാറി. 4.5 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷം ഏക്കറിലേക്ക് മാറി. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലാൻഡ് ഓണർ, രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമസ്ഥൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസും മിനിസ്ട്രി ഓഫ് റെയിൽവേസും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമസ്ഥനായിട്ട് മാറി. ഇതിൽ എത്രയോ ആളുകളുടെ അന്യായമായിട്ടുള്ള ഭൂമി ആ സെക്ഷൻ 40 എന്ന് പറയുന്ന കിരാതമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ കാര്യം വഖഫ് ബോർഡ് തന്നെ തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള സെക്ഷൻ 40 പോലെയുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിലാണ് ഈ രാജ്യത്തെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് ഇങ്ങനെ മാറിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. സെക്ഷൻ 40 റിപ്പീൽ ചെയ്തു. അതേപോലെ തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംവിധാനം എടുത്തു കളഞ്ഞു. വഖഫ് നിയമത്തിൽ ലിമിറ്റേഷൻ ബാധകല്ല എന്ന് പറയുന്ന സെക്ഷൻ 107 എടുത്തു കളഞ്ഞു. വഖഫ് നിയമത്തിൽ എനിമീസ് പ്രോപ്പർട്ടീസ് ബാധകല്ല എന്ന് പറയുന്ന 108 എടുത്തു കളഞ്ഞു. വഖഫ് പ്രോപ്പർട്ടിയുടെ ഓവർ റൈഡിംഗ് എഫക്ട് പറയുന്ന 108A എടുത്തു കളഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ശങ്കുട്ടിദാസിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പിണറായി വിജയന്റെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മുടെ 5 ദേവസ്വം ബോർഡ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിലേക്ക് അല്ലെങ്കിൽ 5 ദേവസ്വം ബോർഡിലേക്കും ഹിന്ദുക്കളല്ലാത്ത 2 പേരെ നോമിനേറ്റ് ചെയ്താൽ BJPയുടെ അഭിപ്രായം എന്താ? നിങ്ങളത് ഉൾക്കൊള്ളുമോ, സ്വാഗതം ചെയ്യുമോ, തള്ളി പറയുമോ? ഇതിനൊരു ഉത്തരം എനിക്ക് ആര് തരണം? പ്രിയപ്പെട്ട ശങ്കുട്ടിദാസ് തരണം. ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്ന ശങ്കുട്ടിദാസ് ഉത്തരം പറയാൻ തയ്യാറാണ്. ഇത് ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സംവിധാനമല്ല വഖഫ് ബോർഡ് എന്ന ഉത്തരമാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ശങ്കു ഇപ്പൊ പറയാൻ വരുന്നത് എന്താണെന്ന് ഞാൻ പ്രവചിക്കുന്നില്ല. പറയും. അല്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള താരതമ്യമാണ് നടത്തുന്നത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിൽ അതിന്റെ രൂപകൽപ്പന കൊണ്ടോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊണ്ടോ അതിന്റെ അധികാരങ്ങൾ കൊണ്ടോ യാതൊരു തരത്തിലുള്ള താരതമ്യമില്ല. ഒന്ന്, ദേവസ്വം ബോർഡ് ഒരു സംസ്ഥാന നിയമമാണ്, നിയമസഭ പാസാക്കുന്നതാണ്. വഖഫ് ബോർഡ് പാസാക്കുന്നത്. ദേവസ്വം ബോർഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് റിലീജിയസ് ഫംഗ്ഷനാണ്. വഖഫ് ബോർഡ് ചെയ്യുന്നത് ഒരു റിലീജിയസ് ഫംഗ്ഷൻ അല്ല. ഇസ്ലാം മതത്തിന്റെ നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും വഖഫ് ബോർഡ് ഇടപെടുന്നില്ല. വഖഫ് ബോർഡ് ചെയ്യുന്നത് എന്താണ്? മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്, വിച്ച് ഇസ് എ സെക്യുലർ ഫംഗ്ഷൻ. നേരെ തിരിച്ച് ദേവസ്വം ബോർഡ് ചെയ്യുന്ന സെക്യുലർ ഫംഗ്ഷൻ അല്ല. ഷാഫി ജാലിയം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ശങ്കു പറഞ്ഞതും. അതായത് മതപരമായ ഒരു സംവിധാനം അല്ല, അത് പ്രോപ്പർട്ടി നോക്കി നടത്തുന്ന ഒരു സംവിധാനം മാത്രമാണ് വഖഫ് ബോർഡ്. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്താണ്? അല്ല, നോക്കൂ, ഇവിടെ രണ്ടുപേരും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാടിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ സമയം കിട്ടുന്നത് എനിക്കാണ്. എന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല. 3 കാര്യങ്ങൾക്ക് എനിക്ക് പ്രധാനമായിട്ട് മറുപടി പറയാനുണ്ട്. ഒന്ന്, സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറലുകൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടായില്ല, അദ്ദേഹം തപ്പിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു അഭിഭാഷകന്റെ ഏറ്റവും മികച്ച ഒരു കോർട്ട് റൂം മാനേജ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറലിന്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോ സെക്ഷൻസിന്റെ മുകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ മുഴുവൻ സംബന്ധിച്ചൊരു നിലപാടുണ്ട്,
ഞങ്ങൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ, ഞങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യാനുള്ള സമയം തരണം. ആ അഫിഡവിറ്റിൽ ഞങ്ങൾ എല്ലാ വശങ്ങളെ പറ്റിയും സർവ്വതോന്മുഖമായിട്ട് എല്ലാ വശങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ സംസാരിക്കും. അതല്ലാതെ ഓരോ സെക്ഷൻ 3R പറ്റിയിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 9 പറ്റിയിട്ടോ സെക്ഷൻ 14 പറ്റിയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ട് കടക്കാൻ തയ്യാറല്ലെന്നാ. അവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ സബ്മിഷൻ അംഗീകരിച്ചു. ഒരു കോടതിയിൽ നമുക്കറിയാം ഒരു ഇടക്കാല വിധി, ഒരു സ്റ്റേ വന്നു കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഡിസഡ്വാൻറ്റേജസ് ആയി കഴിഞ്ഞു. അവിടെ പ്രൈമ ഫേസി ഗവൺമെന്റിന് ഒരു പരാജയം നേരിട്ട് കഴിഞ്ഞു. പിന്നെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കോടതിക്ക് പുറകെ നടക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കാം. സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ആവശ്യമായി. സ്റ്റേ വരാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ അണ്ടർടേക്കിംഗ് കൊടുക്കുന്നത്. ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് എന്താ പറയുന്നത്? ഈ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ളതല്ല. ഒരാഴ്ച ഞങ്ങൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിനിടയിൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ നടക്കാനോ ഈ പറയുന്ന ഡീനോട്ടിഫിക്കേഷൻ നടക്കാനോ സാധ്യതയില്ല. ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ പോലും അത് സാധ്യമല്ല. അതുകൊണ്ട് ഇടക്കാല വിധി വേണ്ടാന്ന് ആ വാദം അംഗീകരിച്ചുകൊണ്ട് ഇടക്കാല വിധി പുറപ്പെടുവിക്കാതിരുന്നപ്പോൾ അവിടെ ഗവൺമെന്റ് ജയിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് സ്റ്റേ ഇല്ലെങ്കിൽ തത്വത്തിൽ സ്റ്റേ തന്നെ എന്നൊക്കെ നമുക്ക് രാഷ്ട്രീയ വിരോധം വെച്ച് വെറുതെ പറയാം. ആദ്യഘട്ടത്തിൽ നിയമമൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം നരേന്ദ്രമോദിയുടെ ചരിത്രബോധം വികലാണ്, അതുകൊണ്ട് ഇവരൊക്കെ നിയമം ഉണ്ടാക്കി ഇങ്ങനെ വരുള്ളൂ എന്ന് പറയുന്ന നിലയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു സ്റ്റേ തന്നെ എന്നൊക്കെ പറയാം. പക്ഷേ അതിനൊന്നും യാഥാർത്ഥ്യമില്ല. സോളിസിറ്റർ ജനറലിന്റെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ സമയം വേണമെന്നുള്ള ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. എന്താണ് ഈ രേഖകളില്ലാണ്ട് നമുക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് ഓർലി വാദിക്കാം ഓരോ സെക്ഷനെ പറ്റിയിട്ടും. അങ്ങനെ വാദിച്ചതിന് ശേഷം ഇടക്കാല വിധി പുറപ്പെടുവിക്കാമെന്ന്. ഗവൺമെന്റിന്റെ ആവശ്യം എന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് JPC വിശദമായിട്ടുള്ള പരിഗണന നടത്തിയിട്ടുണ്ട്. 31 അംഗ JPC 200 മണിക്കൂർ ഹിയറിംഗ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 90 ലക്ഷത്തോളം പരാതികൾ പരിഗണിച്ചിട്ടുണ്ട്. 196 സംഘടനകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും അഡ്രസ് ചെയ്തതും ആൻസർ ചെയ്തതുമാണ്. അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് കൺസൾട്ടേഷന്റെ രേഖകൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ വെക്കാനുള്ള അവസരം ഗവൺമെന്റിനുണ്ട്. ആ രേഖകൾ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ സെക്ഷനും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ തർക്കത്തിന് സ്കോപ്പില്ല. അതിലേക്ക് പോവാതിരിക്കാനാണ് രേഖകൾ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ, ഞങ്ങളുടെ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഓറലി ഓരോ സെക്ഷനെ പറ്റിയിട്ടും വാദം വേണമെന്നുള്ള ആവശ്യം കപിൽ സിബലും മറ്റുള്ളവരും ഉന്നയിച്ചത്. അത് ഒഴിവാക്കാനാണ് ഓരോ സെക്ഷനെ പറ്റിയിട്ടും ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യട്ടെ എന്നുള്ള നിലപാട് സോളിസിറ്റർ ജനറൽ എടുത്ത് ആ നിലപാട് വിജയിക്കുക ചെയ്തത്. 1. 2, 5 വർഷം പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിമിന് വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത് പൗരാവകാശത്തിന്റെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞു കിട്ടും. യഥാർത്ഥത്തിൽ ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് പറയേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ അറിയോ, ഒരിക്കലും ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പോലും ആ വഖഫ് റിവോക്ക് ചെയ്യാനുള്ള അവസ്ഥയില്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ് തത്വം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പൊ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപത്തിന്റെ ഇടയിൽ ആളുകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായാൽ അവരുടെ എല്ലാ വസ്തുക്കളും അവരെ കൊണ്ട് വഖഫ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നാളെ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാലോ അവർക്ക് സ്വധർമ്മത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാലോ ഈ നടത്തിയ വഖഫ് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വാൾത്തലപ്പിലോ ഭീഷണിത്തലപ്പിലോ ആളുകളെ കൊണ്ട് വഖഫ് ചെയ്യിക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് വഖഫ് ചെയ്യണമെങ്കിൽ ഒരാൾ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം, സ്വേച്ഛയാ ചെയ്തതായിരിക്കണം, അയാൾക്ക് അർഹതപ്പെട്ട പ്രോപ്പർട്ടിയിലായിരിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെയാണ്. വഖഫ് അലൽ ഔലാദാണ്. വഖഫ് അലൽ ഔലാദ് കംപ്ലൈ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എ പ്രാക്ടീസിങ് മുസ്ലിം. അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വഖഫ് ഡീഡോ വഖഫ് നാമയോ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഈ വഖഫ് ചെയ്ത വസ്തു ഇയാളുടേത് തന്നെ ആവേണ്ടതുണ്ട്. ആരാന്റെ വസ്തു വഖഫ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ നിയമത്തിൽ മാത്രമേ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉള്ളൂ. ഇന്ത്യൻ നിയമത്തിന്റെ സെക്ഷൻ 2R1 വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉള്ളത്. ഇസ്ലാമിക നിയമത്തിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷനേ ഇല്ല. അവനവൻ്റെതല്ലാത്ത ഭൂമി വഖഫ് ചെയ്യാനോ മുസ്ലിം അല്ലാത്ത ആൾക്ക് വഖഫ് ചെയ്യാനോ 2013 അമെന്റ്മെന്റിലാണ് പറഞ്ഞത്. ഇനി മുസ്ലിം എന്നുള്ളത് മാറ്റിയിട്ട് ഇനി പേഴ്സൺ ആക്കി. അതോടുകൂടി ഹിന്ദു ആണെങ്കിലോ ക്രിസ്ത്യാനി ആണെങ്കിലോ ചാരിറ്റബിൾ പർപ്പസിന് ചെയ്യുന്ന സാധനത്തെ വേണമെങ്കിൽ വഖഫായി തീരുമാനിക്കാനുള്ള അവസ്ഥ വന്നു. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത്. അതില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഇനി 3ാമത്തെ കാര്യം, ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾ മുസ്ലിങ്ങൾ അപ്പോയിന്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബോർഡിന് സമാനമായിട്ടുള്ള അധികാരം നിങ്ങൾ ദേവസ്വം ബോർഡിന് കൊടുക്കുമോ? ഈ വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് സ്വമേധയാ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് അത് പരിശോധിച്ച് സ്വന്തം നിലയിൽ പരിശോധന നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് വഖഫ് ഭൂമിയായിട്ട് നോട്ടിഫൈ ചെയ്യാം. അങ്ങനെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂവുടമസ്ഥന്മാരുടെ എല്ലാ അവകാശവും അവിടെ സീസ് ചെയ്യപ്പെട്ടു. അവർക്ക് പിന്നെ നികുതി അടയ്ക്കാൻ പോലും പറ്റില്ല. ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പിന്നെ അവർ കോടതിയിൽ പോയി തെളിയിക്കണം. ബർഡൻ ഓഫ് പ്രൂഫ് അവരുടെ മുകളിലാണ്. ദേവസ്വം ബോർഡിന് ഒരു ഭൂമി ദേവസ്വം ഭൂമിയാന്ന് വാദം ഉണ്ടെന്നിരിക്കട്ടെ, ദേവസ്വം ബോർഡിന് എന്താ ചെയ്യാൻ പറ്റും? ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റുമോ? അവർ സാധാരണ ഏത് പൗരനെയും പോലെ സിവിൽ കോടതിയിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തിയിട്ട് ഈ ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് സ്ഥാപിക്കണം. പിന്നെയും ഈ വിധി നടത്തിയെടുക്കാൻ വേണ്ടി വർഷങ്ങളോളം എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വഖഫ് ബോർഡിലുള്ളതുപോലെ ദേവസ്വം ബോർഡിൽ നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്ത് ചോദിക്കണ്ടല്ലോ. വഖഫ് ബോർഡിലുള്ളതിന് സമാനമായിട്ടുള്ള അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പത്തിന് നിങ്ങൾക്ക് അറിയാലോ വഖഫ് ബോർഡിന് അന്യായവും അനിയന്ത്രിതവുമായിട്ടുള്ള അധികാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ധാരാളമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. തിരുച്ചെന്തുരയുടെ കാര്യം പറഞ്ഞു. തിരുച്ചെന്തുര മാത്രമല്ല, ട്രിച്ചി ജില്ലയിലെ 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുമോ? ഇതെല്ലാം ഇങ്ങനെ സ്റ്റാലിൻ ഇടപെട്ട് തർക്കം പരിഹരിക്കാൻ സാധിക്കുമോ?